ദജ്ജാലിനോട് എതിരിടുന്ന വിഷയത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ഭയാനകനാണ് ആര്? ദജ്ജാൽ. ദജ്ജാലിനെ പോലെ ഒരു ഭയാനകൻ ലോക ചരിത്രത്തിൽ ഇല്ലാന്ന് നബി ആയിരക്കണക്കിന് വാക്കുകൾ പറഞ്ഞു. എന്നിട്ട് അവനോട് എതിരിടുന്നതിന് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ടൂളിന്റെ കൂട്ടത്തിൽ ഒരു വട്ടം പോലും എന്ത് പറഞ്ഞില്ല? അതൊരു പറഞ്ഞില്ല. ഈ ആയത്ത് മതിയാകും ദജ്ജാലിനെതിരേന്ന് നബി പറഞ്ഞു. അപ്പൊ ഈ ആയത്തിന്റെ പ്രാധാന്യം, ദജ്ജാൽ എന്ന ലോകത്തെ ഏറ്റവും ഭയാനകനായ ഈ വ്യക്തിയെ എതിരിടുന്നതിൽ ഈ 10 ആയത്തുകളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ 10,000 ലൈഫ് ജാക്കറ്റിനേക്കാൾ വലിയ കരുത്തുണ്ടാവും ഈ ആയത്തിന്. ഒരു 10,000 ലൈഫ് ജാക്കറ്റോ അല്ലെങ്കിൽ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന 10,000 ടൂൾസിന്റെ മേലെയാണ് എന്ത്? നിങ്ങൾ വടിയെടുത്ത് ഇറങ്ങിയിട്ട് കാര്യമല്ല, നിങ്ങൾ തോക്കെടുത്ത് ഇറങ്ങിയിട്ട് കാര്യമല്ല, നിങ്ങൾ പീരങ്കി എടുത്തിട്ട് ഇറങ്ങിയിട്ടും കാര്യമല്ല. നിങ്ങൾ എന്താ ഉപയോഗിക്കേണ്ടത്? 10 ആയത്ത്. അപ്പൊ ഇതിനെ നമുക്ക് മനസ്സിലാക്കാം, ഇത് നമ്മൾ വിചാരിച്ചതല്ല. ഖുർആൻ മനഃപ്പാഠമാക്കിയ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആര്? ഖവാരിജ്. ഖവാരിജിനെ കുറിച്ച് നബി എന്താ പറഞ്ഞത്? കിരാബു അഹ്ലി നാർ, നരകത്തിലെ നായ്ക്കളാണ് അവർ. അവരാണ് അവരുടെ കാലത്തെ ദജ്ജാലിങ്ങൾ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ദജ്ജാലിയൻ സംസ്കാരം, ഞാനൊരു ഹദീസ് നിങ്ങൾ കേൾപ്പിക്കുക, അപ്പം നമുക്ക് ദജ്ജാലിയൻ സംസ്കാരത്തെ മനസ്സിലാവും. ദജ്ജാലിനെ മനസ്സിലാക്കുന്നത് ഒരു ദജ്ജാലിയൻ സംസ്കാരത്തെ മനസ്സിലാക്കാൻ നമുക്ക് ഒരു النهيك من سريم السكوني عن النبي صلى الله عليه وسلم قال تقاتلون الكفار أي اليهود والنصارى واليهود وأعوانهم. യഥാർത്ഥ മുസ്ലിങ്ങൾ ഒരു കാലഘട്ടത്തിൽ കുഫാറിനോട് യുദ്ധം ചെയ്യും. ആരാണ് ഈ കുഫാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽ യഹൂദ വഅഅ്വാനഹും, ജൂതന്മാരും അവരുടെ സഹായികളുമാണ്. ഇവിടെ പറഞ്ഞ കുഫാർ അതായത് അവസാന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുന്ന കുഫാർ ആരായിരിക്കും? അൽ യഹൂദ വഅഅ്വാനഹും, ജൂതന്മാരും അവരുടെ സഹായികളും ആയിരിക്കും. ഹത്താ യുഖാതില മിൻകും ദജ്ജാല ബിൽ ഉർദൻ, അതിൽ വലിയ ഒരു യുദ്ധം ജോർദാനിൽ വെച്ച് നടക്കും. ആ കൂട്ടത്തിൽ, അവരുടെ കൂട്ടത്തിൽ ആരുമുണ്ടായിരിക്കും? ദജ്ജാലും ഉണ്ടായിരിക്കും. നല്ല കണ്ണുരുട്ടിയിട്ട് ചെവി നല്ല വട്ടം പിടിച്ച് കേൾക്കി. നിങ്ങൾ അവസാന കാലഘട്ടത്തിൽ യഥാർത്ഥ മുസ്ലിങ്ങൾ കുഫാറിനോട് യുദ്ധം ചെയ്യും. ഇവിടെ കുഫാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അൽ യഹൂദ വഅഅ്വാനഹും, ജൂതന്മാരെയും അവരുടെ സഹായികളെയുമാണ്. ഹത്താ യുഖാതില മിൻകും ദജ്ജാല ബിൽ ഉർദൻ, ആ കൂട്ടത്തിൽ നിങ്ങൾ ജോർദാനിൽ വെച്ച് ദജ്ജാലുള്ള ഒരു ജൂതപ്പടയോട് യുദ്ധം ചെയ്യും. മനസ്സിലായി പറഞ്ഞിട്ട് വളരെ ചിന്തിക്കണം. നിങ്ങൾ ദജ്ജാലിനോട് യുദ്ധം ചെയ്യും. ചിന്തിക്കുക. ഹും ഖുർബിയുഹു വ അൻതും ശർഖിയുഹു, നിങ്ങൾ അതിൻ്റെ കിഴക്കു ഭാഗത്തുമായിരിക്കും, അവർ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുമായിരിക്കും. ഇതിൻ്റെ സംഗതി കിടക്കുന്നുണ്ടല്ലോ. എന്ത് സംഗതി കിടക്കുന്നുണ്ട്? ആ യുദ്ധത്തിൽ നിങ്ങൾ ജോർദാനിൻ്റെ കിഴക്കായിരിക്കും, അവർ പടിഞ്ഞാറുമായിരിക്കും. ഇതിൽ സന്ദേശം കിടക്കുന്നുണ്ട്. എന്താ സന്ദേശം? ഇതിൽ സന്ദേശം കിടക്കുന്നുണ്ട്. എന്ത്? അതായത് ഈ യുദ്ധം ചെയ്യുന്ന ആളുകൾ, ഈ പാർട്ടി ആരായിരിക്കും? കിഴക്കന്മാരായിരിക്കും. നിങ്ങളെ സംഘത്തിലുള്ളവരും കിഴക്കന്മാരായിരിക്കും, അവരോ പടിഞ്ഞാറന്മാരുമായിരിക്കും. അതായത് അക്കാലത്ത് ഈ പട, ഈ ദജ്ജാലിൻ്റെ പട ആരായിരിക്കും? കൃത്യമായി പറഞ്ഞാൽ പാശ്ചാത്യർ ആയിരിക്കും. മനസ്സിലാണ്ടോ? വളരെ വളരെ, അല്ലെങ്കിൽ ഇത്ര കൃത്യമായി ഇതൊരു അടിസ്ഥാന സൂചനയാണ്. അവർ പടിഞ്ഞാറ്, നിങ്ങൾ കിഴക്ക്. ഇനി ജൂതന്മാർ എന്നവർ, ജൂതന്മാർ പടിഞ്ഞാറുകാരല്ലല്ലോ. ജൂതന്മാരാരാ? കിഴക്ക് ഏഷ്യക്കാരല്ലേ? ജൂതന്മാർ പടിഞ്ഞാറ്. മനസ്സിലായില്ല? സയ്യിദുനാ മൂസ ഏഷ്യക്കാരനല്ലേ? ബനൂ ഇസ്രായേലി സമൂഹം ഏഷ്യക്കാരല്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അവിടെ 40 കൊല്ലത്തോളം കൊണ്ട് നടന്നത് സീനായി മരുഭൂമിയിലല്ലേ? ഏഷ്യയിലെ ഏറ്റവും വലുതും അതിപ്രധാനവുമായ മരുഭൂമിയല്ലേ ഏത്? സീനായി. നിങ്ങൾ ചിന്തിക്ക്. ജോർദാൻ ഏഷ്യയിലാണല്ലോ.
ജെറൂസലേമും പരിസരമാണെങ്കിലും ജെറൂസലേം പരിസരം ഏഷ്യയിലാണല്ലോ. അപ്പൊ ഈ ഏരിയകൾ മുഴുവനും എന്താണ്? ഏഷ്യക്കാരുടേതാണ്. ഇവിടെ ഉണ്ടായ മതവിഭാഗമാണ് സത്യത്തിൽ ജൂതന്മാർ. അടിസ്ഥാനപരമായി ജൂതന്മാർ ആരാണ്? ഏഷ്യക്കാരാണ്. പക്ഷെ ദജ്ജാലിനോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്ന കാലത്ത് ജൂതന്മാരായി അറിയപ്പെടുക പാശ്ചാത്യരായിരിക്കും. നിലവിൽ ജൂത സമൂഹം, നിലവിൽ സയനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ, അഥവാ ജൂത സമൂഹം എന്നതുകൊണ്ട് ഇന്നും സയനിസ്റ്റുകളാണ്. ഈ സയനിസ്റ്റുകൾ ഇപ്പോൾ ആരാണ്? യൂറോപ്യന്മാർ മാത്രമാണ്. ആരല്ല? ഏഷ്യക്കാരല്ല. അവർ പോറ്റി വളർത്തുന്ന, അവർ കൊണ്ടു നടക്കുന്ന അവരുടെ ഏറ്റവും വലിയ ആളാണ് ആര്? ദജ്ജാൽ. അപ്പൊ ഇതിന് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാം. ദജ്ജാലിയൻ സംസ്കാരം എന്നാൽ അതെന്താണ്? പടിഞ്ഞാറൻ സംസ്കാരം. അതിൻ്റെ ഒരു ഭയാനകമായ ഉദാഹരണമാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഈ നഗ്നത കാണിച്ചത്. ഇത് മാത്രമല്ല എല്ലാം ബോധമുള്ളവർ മുഴുവനും അവരെ തള്ളി ഒഴിവാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ഒരു മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള പ്രഭാഷണത്തിൽ പറഞ്ഞു, എന്ത് ന്യൂമോണിയ ബാധിച്ചിട്ട് ഒരു ചെറിയ ഇഞ്ചക്ഷന്, ഒരു ഗുളികയോ കൊടുക്കാൻ ഗാന്ധിജി സമ്മതിച്ചില്ല. പിൽക്കാലഘട്ടത്തിൽ ഗാന്ധിജിയെ കൊന്ന ആൾ എന്ന് ചിത്രീകരിച്ച് പടിഞ്ഞാറിൽ പുസ്തകങ്ങൾ ഇറങ്ങി. അതായത് സ്വന്തം ഭാര്യയെ കൊന്ന ആളാണ് ആര്? ഗാന്ധിജി. എന്തുകൊണ്ട് ഗാന്ധിജി അത് ചെയ്തില്ല? യൂറോപ്പിൻ്റെ മരുന്ന് ഞങ്ങൾക്ക് വേണ്ട. യൂറോപ്പിൻ്റെ മരുന്ന് ചതി മാത്രമാണ്. യൂറോപ്പിൻ്റെ ഒന്നും വേണ്ട. യൂറോപ്പിൻ്റെ വസ്ത്രം വേണ്ട, യൂറോപ്പിൻ്റെ ഭക്ഷണം വേണ്ട, യൂറോപ്പിൻ്റെ മരുന്ന് വേണ്ട, യൂറോപ്പിൻ്റെതായി ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഒരു ബോധമുള്ള മനുഷ്യനായിരുന്നു മനുഷ്യൻ. ഇത് ഇന്ന് പറഞ്ഞ ഇന്ത്യ ചെലവാവൂല. നമ്മുടെ രാഷ്ട്രപിതാവാരാ? ഗാന്ധിജി, മഹാനായ മഹാത്മാഗാന്ധി. പകരം വെക്കാനില്ലാത്ത നമ്മുടെ സംസ്കാരത്തിൻ്റെ സുൽത്താൻ. നമ്മുടെ രാജ്യം ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്കിടയിൽ മനുഷ്യത്വത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു മഹാനായ മനുഷ്യൻ, പകരം വെക്കാനില്ലാത്ത സുൽത്താൻ. അതാണ് മഹാനായ മഹാത്മജി. ആ മനുഷ്യൻ ഞങ്ങളുടെ രാഷ്ട്രപിതാവാണെന്ന് പറയുന്ന നാട്ടുകാർ ഈ സംസ്കാരം, ഈ വാക്ക് സ്വീകരിക്കൂല. എന്തുകൊണ്ട് സ്വീകരിക്കൂല? എന്തിൽ പെട്ടുപോയി? പറ എന്ത് പെട്ടുപോയിട്ടുണ്ട്? ദജ്ജാലിയൻ സംസ്കാരത്തിൽ പെട്ടുപോയി. ദജ്ജാലിയൻ സംസ്കാരത്തിൽ ഒരാൾ പെട്ടുപോയാൽ ആ അളവിൽ അയാൾക്ക് ഈമാൻ ഉണ്ടാവില്ല. ഒരു നിലക്ക് ഗാന്ധിജിയുടെ ഈമാൻ നമുക്കില്ല, അങ്ങനെ പറയാം. കർമ്മങ്ങളുണ്ട്. ഭക്ഷണമില്ലാതെ ഞാൻ ജീവിക്കും, പ്രാർത്ഥനയില്ലാതെ ഒരു സെക്കൻഡ് എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു മഹാനായ നേതാവ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയാണ്. ഭക്ഷണമില്ലാതെ എത്ര ഞാൻ ജീവിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഒരു സെക്കൻഡ് എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഇത് പറഞ്ഞ മനുഷ്യൻ. എന്താ ചിന്തിക്ക്. ആ പ്രാർത്ഥനയെ നിരാകരിക്കുന്ന സംസ്കാരമാണ് ആരുടേത്? യൂറോപ്പിൻ്റെത്. അതാണ് ഏത് സംസ്കാരം? ദജ്ജാലിയൻ സംസ്കാരം. തിരിച്ചു വരി. അപ്പം നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ഒരുപാട് ഇതൊന്നുമല്ല. അപ്പോൾ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ഹദീസ് ഷരീഫ്, ഖുർആൻ പറയുന്ന ഹദീസ് ഷരീഫ് പഠിപ്പിച്ചതും ഖുർആൻ്റെ സെൽഫ് പ്രൊട്ടക്ഷനെ പറ്റി ഏറ്റവും വലിയ ആയത്തേതാ? ആയത്തുൽ കുർസി. എന്നാൽ നബിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 10 ആയത്തുൽ കുർസി ഒതുക്കളയുന്നു. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷന് വേണ്ട ആയത്തേതാ? ഏത്? ആയത്തുൽ കുർസി. തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തേതാ? ആയത്തുൽ കുർസി ആണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ വിശദീകരിച്ചതാണ് എന്ത്? ആയത്തുൽ കുർസി. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണത്. തൗഹീദല്ലേ ഏറ്റവും വലിയ അമാനത്ത്, തൗഹീദല്ലേ ഏറ്റവും വലിയ ശക്തി. അപ്പൊ പ്രൊട്ടക്ഷന് വേണ്ടി, സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഖുർആനിൽ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തിനെ അല്ലാഹു റസൂൽ ഈ വിഷയത്തിൽ കണ്ടതേ ഇല്ല. എനിക്കിവിടെ എന്ത് പറയായിരുന്നു? നിങ്ങളൊരു 10 വട്ടം ആയത്തുൽ കുർസി ഓതിക്കൊണ്ടാണ്, അത് വസ്തുതയാണ്. ആയത്തുൽ കുർസി സെൽഫ് പ്രൊട്ടക്ഷന് പറ്റിയ ഏറ്റവും വലിയ ആയത്തുമാണ്. ഇവിടെ ആയത്തുൽ കുർസിയെ തൊട്ടിട്ടില്ല. ദജ്ജാലിനോട് എതിരിടുന്ന വിഷയത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ഭയാനകനാണ് ആര്?
ദജ്ജാലിനെ പോലെ ഒരു ഭയാനകൻ ലോക ചരിത്രത്തിൽ ഇല്ലാന്ന് നബി ആയിരക്കണക്കാன വാക്കുകൾ പറഞ്ഞു. എന്നിട്ട് അവനോട് എതിരിടുന്നതിന് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ടൂളിന്റെ കൂട്ടത്തിൽ ഒരു വട്ടം പോലും എന്ത് പറഞ്ഞില്ല? അതൊരു പറഞ്ഞില്ല. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു ആയത്തിനെ നമ്മൾ ദിക്ർ ഉപയോഗിക്കുന്നുണ്ടോ? അതും ഇല്ല. നിങ്ങളെൻ്റെ കൂടെ ഇല്ല, നിങ്ങളെൻ്റെ കൂടെ ഇല്ല. ഇതിൽ ഏതെങ്കിലും ഒരു ആയത്തിനെ നമ്മൾ ദിക്റായി ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ദിക്റായി ഉപയോഗിക്കുന്ന ആയത്താണ് ഇത്. ആയത്തുൽ കുർസി ഇവിടെ മുണ്ടിയതുമില്ല. പാഠം നമ്പർ 1, ദിക്ർ കൊണ്ട് നിങ്ങൾ ദജ്ജാലിനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ നാവിലെ ദിക്ർ ഭയങ്കര പഠിക്കണം. പദങ്ങൾക്കും അക്ഷരങ്ങൾക്കും ഏറ്റവും വിലയുള്ളത് ആയത്തുൽ കുർസിയല്ലേ? ഒന്ന് പറയിഷ്ട. പദങ്ങൾക്കും അക്ഷരങ്ങൾക്കും. ഉദാഹരണം, പിശാച് ഇളകുന്ന പിശാച് ശൈത്താൻ ഇളകിയാൽ ഈ ഞാനടക്കം വേഗം എന്ത് ചെയ്യുന്നറിയോ? ആയത്തുൽ കുർസി ഓതും. ആയത്തുൽ കുർസിയിലെ വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം എന്ന വാക്ക് കേട്ട് നിൽക്കാൻ പിശാചിന് കഴിയില്ല. അത് ആവർത്തിച്ചാൽ മതി. ഏത് പൈശാചികത ഇളകിയ ഒരു പിശാച് ഇളകിയ ഒരു വ്യക്തിയെ കണ്ടാലും വേഗം ഓതേണ്ടത് എന്താണ്? ആയത്തുൽ കുർസിയാണ്. അതിൻ്റെ അർത്ഥം നിനക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും, അതായത് അതിൻ്റെ അക്ഷരങ്ങൾക്ക് ഭയങ്കര വിലയുണ്ട്. അക്ഷരങ്ങൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും ആ സെൻറ്റൻസിന് വലിയ വിലയുണ്ട്. അതിൻ്റെ ഓരോ പദങ്ങൾക്കും വലിയ വിലയുണ്ട്. പിശാചിനോട് എതിരിടാൻ അതിൻ്റെ അക്ഷരങ്ങൾക്ക് വിലയുണ്ട്, അതിൻ്റെ കെലിമത്തുകൾക്ക് വിലയുണ്ട്, ആ സെൻറ്റൻസ് ഭയങ്കര വിലയുണ്ട്. അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു പിശാചിളകിയ ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. ഇത് പിശാച് വല്ലാതെ കട്ടി കൂടി ഇളകുന്നിടത്താണ് ഈ അവസാനത്തെ പദം ഒന്ന് ആവർത്തിച്ച് ചൊല്ലിയാൽ മതി. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. പിന്നെ ആയത്തുൽ കുർസി ഓതുക. ഈ 3 അവസാന ഭാഗം വീണ്ടും 3 വട്ടം ആവർത്തിച്ച് ഒതുങ്ങും. പിശാച് മനസ്സിലായോ? പൈശാചിക ശക്തിയിലെ ലോകത്തെ ഏറ്റവും ഭയങ്കരനാണ് ആര്? ദജ്ജാൽ. അയാളെ എതിരിടാൻ ഇതോട്ട് പറഞ്ഞതുമില്ല. ഈ 10 ആയത്തിൽ ഒന്ന് പോലും ദിക്റിന് ഉപയോഗിക്കണമില്ല. ആയത്തുൽ കുർസി ദിക്ർ അല്ലാതെ ഒന്നുമല്ല. ഇന്ന് നേരം കൊടുത്തിട്ട് നിങ്ങളൊക്കെ സുബഹിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടാവും. പുരയിൽ ഇറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയാൽ തിരിച്ചെത്തുന്നവരെ അതൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പുരയിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത്, മനസ്സിലായില്ലേ? നമ്മൾ ഇറങ്ങുന്ന നേരത്തെ പുരയിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ തിരിച്ചെത്തുന്നവരെ അവൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തുന്നവരെ അവന് ഹൈഫുളാണ്, അവന് സംരക്ഷണം, പ്രൊട്ടക്ഷനാണ്. എന്ത്? ആയത്തുൽ കുർസി. അതേ സമയത്ത് ഈ ആയത്തുൽ കുർസി എവിടെ നബി മിണ്ടിയതുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ 10 ആയത്താ പറഞ്ഞത്. ഈ 10 ആയത്തിൽ ഒരായത്ത് പോലും ദിക്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണമില്ല. നമ്മൾ എന്ത് ചെല്ലാണെങ്കിലും ഏതൊരു ഖുർആൻ പാഠം ഒരു ഖത്തം തീർക്കണോടത്തും പലതും ഓതും. നല്ല 10 ആയത്ത് ഓതല്ല. ശൈത്താൻ ഇളകിയാലും എന്തിളകിയാലും നമ്മൾ ഇത് ഓതില്ല. ശൈത്താൻ ഇളകിയിട്ട് ആയത്തിൽ അൽക്കബിലെ 10 ആയത്ത് ഓതിയൊരു കാര്യമല്ല. എവിടെയെങ്കിലും അതേ ഞാൻ കണ്ടിട്ടില്ല. ശൈത്താൻ അടക്കാൻ പറ്റിയ ആയത്തേതാ? ആയത്തുൽ കുർസി. ലോകം കണ്ട ഏറ്റവും വലിയ ശൈത്താൻ്റെ കാര്യത്തിൽ തൊട്ട് മുണ്ടിയതുമില്ല. ഈ 10 ആയത്തിൽ ഒരു ആയത്ത് പോലും ദിക്റിന് പകരം ഉപയോഗിക്കുന്നു ഇല്ല. പക്ഷേ ഈ ആയത്തിൻ്റെ സ്ഥാനം എന്തായിരിക്കും? എന്താ പറഞ്ഞത്? ഈ ആയത്തിൻ്റെ സ്ഥാനം എത്രയാ? ലോകത്തെ ഏറ്റവും ഭയാനകൻ,
ആ ഭയാനകനെ നിങ്ങൾ എതിരിടാൻ ഈ 10 ആയത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഈ 10 ആയത്തിൻ്റെ വില എത്രയായിരിക്കും? ഒരു 1000, 10,000 ലക്ഷക്കണക്കിന് പരിചയേക്കാൾ വലിയ ശക്തി ഈ ഓരോ അക്ഷരങ്ങൾക്കുണ്ടാവും. പക്ഷെ ഇതിനെ ഹിഫ്ളിന് വേണ്ടി പറയുന്ന ഒരു കൂട്ടത്തിൽ എണ്ണിയിട്ടേ ഇല്ല. നല്ലോണം ചിന്തിക്കും, മനസ്സിലായില്ല. അതായത് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭയാനകനാണല്ലോ അയാൾ. ഒരു ശത്രുവിനെ നേരിടുമ്പോൾ അതിനനുസരിച്ചല്ലേ. ഇപ്പോൾ ഒരു മൂട്ടയെ കൊല്ലാൻ വേണ്ടി വടിയെടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം പാമ്പാണെങ്കിൽ എന്ത് വേണം? വടി വേണം. ആനയാണെങ്കിൽ മടി മതിയാവില്ല, തോക്ക് വേണം. തിരിഞ്ഞിട്ടില്ല. പറയും മൂട്ടയെ കൊല്ലാനാണെങ്കിൽ ഒരു മൂട്ട കടിക്കുമ്പോൾ അതിന് വടിയെടുക്കാൻ പോവോ പൊട്ട ഒരാൾ? മൂട്ടയെ കൊല്ലാൻ എന്ത് മതി? എൻ്റെ പേരല്ല ആ മൂട്ടനെ മേലൊന്ന് അമർച്ചത്തിന് ആസാദ് ചത്തു. മൂട്ടയെ കൊള്ളാൻ നിന്റെ ചെറുവിരൽ, നിന്റെ പെരുവിരൽ, നിന്റെ ചെറുവിരൽ, നിന്റെ ചൂണ്ടുവിരൽ കാഫിയ. ശത്രുവിനനുസരിച്ചാണല്ലോ എന്ത് ആയുധം ഉപയോഗിക്കേണ്ടത്. പാമ്പാവുമ്പോൾ ആ വടിയും കൈയൊന്നും മതിയാവില്ല. എന്തെന്നെ വേണം? ഈ കൈ മതിയാവില്ല, വടി വേണം. അതും പാമ്പിനനുസരിച്ച് വടിയാണ്. ചെറിയ ചെറുപ്പം കുരുടിയാണെങ്കിൽ എന്ത് മതി? കുട്ടികളെ തന്നെ മതിയോ. അതേ സമയത്ത് മൂർക്കമ്പമാണെങ്കിൽ എൻ്റെ ആ വടി മതിയാവില്ല. അത് വലിയ ശൂരൽ. അതിന് വേണ്ടി പഴയ കാലത്ത് ബാപ്പാർ ഒരുക്കി വെക്കുമ്പോൾ വലിയ മുട്ടൻ ശൂരൽ, പാമ്പിനെ തല്ലല്ല ശൂരൽ. മനസ്സിലല്ലേ? അങ്ങനെ തന്നെയല്ലേ? പാമ്പിനെ തല്ലണ ചൂരലെടുത്ത് കുട്ടിയെ തെച്ചാൽ അമ്മ അതിൻ്റെ പേര് ചൂടാവും. നിങ്ങൾ പാമ്പിനെ തന്നെ കൊണ്ട് എൻ്റെ കൂട്ടിനെ തെച്ചെന്ന് പറയും. കാരണം ഇത് കുട്ടികളായതല്ല, ഇതാർക്കുള്ളായതാണ്, പാമ്പിനാണ്. അതേസമയത്ത് ആന കയറുകയാണെങ്കിൽ ഈ പാമ്പിനെ തല്ലുന്ന വടിയോട്ട് മതിയാവില്ല. അവിടെ പിന്നെ ഉണ്ട നിറച്ച തോക്കുവാണ്. ആണോ അല്ലേ? അപ്പോ ഒരു ശക്തിക്കനുസരിച്ചാണ് അതിനെതിരെ എന്തുപയോഗിക്കേണ്ടത്. ദജ്ജാലിനെ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കേണ്ട ആയുധം എന്താണ്? അൽ കഹ്ഫിലെ 10 ആയത്ത് എന്ന് പറഞ്ഞു. ഈ ആയത്ത് ഒരായത്ത് പോലും ദിക്റിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാറില്ല. ഈ ആയത്ത് മതിയാകും ദജ്ജാലിനെതിരെ എന്ന് നബി പറഞ്ഞു. അപ്പൊ ഈ ആയത്തിന്റെ പ്രാധാന്യം, ദജ്ജാൽ എന്ന ലോകത്തെ ഏറ്റവും ഭയാനകനായ ഈ വ്യക്തിയെ എതിരിടുന്നതിൽ ഈ 10 ആയത്തുകളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ 10,000 ലൈഫ് ജാക്കറ്റിനേക്കാൾ വലിയ കരുത്തുണ്ടാവും ഈ ആയത്തിന്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഒരു 10,000 ലൈഫ് ജാക്കറ്റോ അല്ലെങ്കിൽ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന 10,000 ടൂൾസിന്റെ മേലെയാണ് എന്ത്? നിങ്ങൾ വടിയെടുത്ത് ഇറങ്ങിയിട്ട് കാര്യമല്ല, നിങ്ങൾ തോക്കെടുത്ത് ഇറങ്ങിയിട്ടും കാര്യമല്ല, നിങ്ങൾ ബീരങ്കി എടുത്തിട്ട് ഇറങ്ങിയിട്ടും കാര്യമല്ല. നിങ്ങൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? 10 ആയത്ത്. അപ്പൊ ഇതിനെ നമുക്ക് മനസ്സിലാക്കാം, ഇത് നമ്മൾ വിചാരിച്ചതല്ല. ഈ ഹിഫ്ളിന് നമ്മൾ വിചാരിച്ച അർത്ഥം വെച്ചാൽ മതിയാവില്ല. ഈ ഹിഫ്ളിന് ഹൃദയ സാന്നിധ്യം എന്നായിരിക്കണം അർത്ഥം കൊടുക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ വരണം. അതേ സമയത്ത് പിന്നെ ഹാഫിദുൽ ഖുർആൻ അല്ല. ഈ ഹാഫിദുൽ ഖുർആൻ ഈ 10 ആയത്ത് മനപ്പാടാക്കിക്കണല്ലോ. ഖുർആൻ മനപ്പാടുള്ളവർക്ക് ദജ്ജാലിൻ്റെ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ ബാക്കിയുള്ളവരും ആ 10 പഠിച്ചാൽ അങ്ങനെ നബി പറഞ്ഞ്. എടോ 6000 ചില്ലാനം ആയത്ത് മനപ്പാടാക്കിയ ആളുകളുണ്ടല്ലോ, ഇല്ലേ? അവർ ഈ 10 മാത്രമാണോ മനപ്പാടാക്കിയത്? അല്ല. എന്നാ അവൻ ദജ്ജാലിന് രക്ഷപ്പെടുന്ന നബി പറഞ്ഞോ? അതും ഇല്ല. എന്നല്ല, മനപ്പാടമാക്കിയ ആളുകൾ എത്ര മുബ്തദീങ്ങളുണ്ട്. ഖുർആൻ മനപ്പാടമാക്കിയ വലിയ സമൂഹം ഖവാരിജ. ഖുർആൻ മനപ്പാടമാക്കിയ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആര്? ഖവാരിജ്. ഖവാരിജിനെ കുറിച്ച് നബി എന്താ പറഞ്ഞത്? കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ നായ്ക്കളാണവർ. അവരാണ് അവരുടെ കാലത്തെ ദജ്ജാലിങ്ങൾ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല, മനസ്സിലായില്ല? ഇന്നും ലോകത്തെ മുബ്തദിഈങ്ങൾ ഖുർആന് വേണ്ടി ചെയ്യുന്ന ചില സേവനങ്ങൾ അഹ്ലുസുന്നയുടെ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അത്രയും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഖുർആന് സേവനം ചെയ്ത വിഭാഗം ഖവാരിജ. ഇന്ന് വഹാബിയത്ത. ഈ ഖവാരിജിനെ പറ്റി ഹബീബ നബി എന്താ പറഞ്ഞത്? ഓഹും കിലാബു അഹ്ലിന്നാർ, അവർ നരകത്തിലെ നായകളാണ്. അവർ കിലാബു അഹ്ലിന്നാർ, നരകക്കാരുടെ നായകളാണ്. അവർ നരകക്കാരുടെ കൂട്ടത്തിലെ നായകളാണവർ.
ഖുർആൻ വഹും യഖ്റഊനൽ ഖുർആന ഫയബ്കൂന, അവർ ഖുർആൻ ഓതും കരയും. ഫയഹ്ഫദൂനൽ ഖുർആൻ, ഖുർആൻ മനപ്പാടാക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ ഖുർആൻ മനപ്പാടമാക്കിയ ഒരു വിഭാഗം ഒരു കാലത്ത് ആരാണ്? ഖവാരിജാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ ദജ്ജാലികളാണ്. വലിയ ദജ്ജാലി വരുന്നതിന് മുമ്പ് അതിന്റെ താഴെയുള്ള ദജ്ജാലികൾ ഉണ്ടാവും. ഖവാരിജ് ദജ്ജാലിയത്താണ്. മനസ്സിലായോ പറഞ്ഞത്? ഈ ഖുർആൻ മനപ്പാടമാക്കിയതിനോട് ഇവർ നന്നായോ? ഇല്ല. എന്നല്ല, അവർ ജനങ്ങളെ നാശക്ക ചെയ്ത്. അപ്പോൾ ഇവിടെ ഹൈഫുലിന്റെ മാന വെക്കാൻ ഒരിക്കലും പറ്റൂല. ഈ അന്തംഗം ഇത്തരം വിശ്വസിച്ചതിൽ നിലവിലെ പണ്ഡിതന്മാർ പോലും ഉണ്ട്. ഇതൊരു അന്തംഗം ഇത്തരാണ്. നബി പറഞ്ഞത് ഹൈഫുലാണ്. ഹൈഫുലിന് അവിടെ ഹൈഫുലിന്റെ അർത്ഥമല്ല, ഹൈഫുലിന് മനസാന്നിധ്യം. എപ്പോഴും മനസ്സിലായില്ല. മനസാന്നിധ്യം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായ? മനസാന്നിധ്യം. നിന്നെ ഓർത്ത ഒരാൾക്ക് നിന്റെ പേര് മറക്കൂല. നിന്നെ പരിചയമുള്ള ഒരാൾ 25 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ കണ്ടു, പിന്നെ നിന്നെ ഓർത്തിട്ടില്ല, പിന്നെ നിന്നെ കൊണ്ടോട്ടി അങ്ങാടിന്ന് കണ്ട എന്താ പറയാ? നമ്മളാ എന്താ ഓർമ്മ കിട്ടുന്നത്? എന്താ പേര് പറയല്ലേ? എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞിരുന്നത്? ഈ 25 കൊല്ലത്തിനിടയിൽ അയാൾ നിങ്ങളുടെ മനസാന്നിധ്യത്തിൽ ഇല്ല. ഇവിടെ ഹൈഫുലിന് മനസാന്നിധ്യം എന്നർത്ഥം. ഇതിൽ പറഞ്ഞ ആശയങ്ങൾ നിങ്ങളെ മനസ്സിൽ നിന്നൊരിക്കലും പോകാൻ പാടില്ല. ഇതിൽ ചില ആഴങ്ങൾ കിടക്കുന്നുണ്ട്. ഈ 10 ആയത്തിൽ പറയുന്ന ആഴങ്ങളുണ്ട്. ആ ആഴങ്ങളെ നിങ്ങൾ കണ്ടെത്തണം. ഒന്ന്, പിന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്തിനാ ഖുർആൻ വന്നത്? എന്തിനാ ഖുർആൻ വന്നത്? മുസാഫിറത്തിൽ യാസീൻ എന്നർത്ഥം വെക്കാം നമുക്ക്. നബി താക്കീത് ചെയ്ത വ്യക്തിയാണ് ആര്? ദജ്ജാൽ. നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് നബി താക്കീതാക്കി പറഞ്ഞ ആളാണ് ആര്? ദജ്ജാൽ. നബിയുടെ പേര് നദീർ എന്നാണ് ഒരു പേര്. ബഷീറും നദീറൻ, താക്കീത് നൽകിയ ആൾ. താക്കീത് നൽകേണ്ട വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും നബി എന്ത് ചെയ്തിട്ടുണ്ട്? താക്കീത് നൽകി. അതാണ് നദീർ, നദീർ, മുന്തിർ, നദീർ, ഇതൊക്കെ നബിയുടെ പേര്. യാസീനൊന്ന് എടുക്കി, യാസീനൊന്ന് എടുക്കി. മുസാബ് അവൻ്റെ മൊബൈൽ എടുത്ത് മുസാബ് എടുക്കി, അർത്ഥം വെച്ചുതരാം. തുടക്കം മുതൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين 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 والقرآن الحكيم. തത്വജ്ഞാന നിബദ്ധിയായ ഖുർആനാണ് സത്യം. പിന്നെ ഇന്നക ലമിനൽ മുർസലീൻ, താങ്കൾ അയക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തി തന്നെയാണ് തീർച്ചയായും. അലാ സിറാത്തി മുസ്തഖീം, താങ്കൾ സച്ചരിതമായ കൃത്യമായ ഋജുവായ പന്ഥാവിലുമാണ്. പിന്നെ തൻസീലൽ, ഈ വചനങ്ങൾ, ഈ ഖുർആനാകട്ടെ തൻസീലൽ അസീസ് റഹീം അല്ലേ? തൻസീൽ അസീസ് റഹീം. ഇത് ഏറെ കരുണാവാരിധിയും ഏറെ പ്രതാപശാലിയുമായ ആൾ ഇറക്കി തന്നതാണ് തൻസീൽ അസീസ് റഹീം. എന്തിന്? ലിതുൻദിറ ഖൗമൻ, ഒരു ജനത്തെ താങ്കൾ താക്കീത് ചെയ്യാൻ വേണ്ടി. മാ ഉൻദിറ അബാഉഹും, അവരുടെ പിതാക്കൾക്ക് താക്കീത് ലഭിച്ചിട്ടില്ല. ഫഹും ഗാഫിലൂൻ, അതുകൊണ്ട് അവർ അശ്രദ്ധരായി കഴിഞ്ഞുകൂടുകയാണ്. അവിടെ നിന്ന് തുടങ്ങുക. അതായത് ആ ജനത്തിൻ്റെ മുന്നിൽ പ്രബോധകന്മാർ വരാത്തത് കൊണ്ട് ആ ജനങ്ങൾ അശ്രദ്ധരായി കഴിഞ്ഞുകൂടുക. ആ ജനത്തിൻ്റെ പിൻഗാമികൾക്കാണ് താങ്കൾ പ്രബോധനം നടത്തി അവർക്ക് എന്ത് ചെയ്യേണ്ടത്? താക്കീത് ചെയ്യേണ്ട വ്യക്തികളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും അങ്ങയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്ത്? താക്കീത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അതിലടുക്കരുത്, ഇത് ഇങ്ങനെ ചെയ്യണം, ഇത് ഉപയോഗിക്കണം, അത് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞാണ് താക്കീത് ചെയ്യേണ്ടത്. കള്ളു കുടിക്കരുത്, കാരണം കള്ള് നിങ്ങൾക്ക് അപകടകരമാണ്. കള്ളിനെ കുറിച്ച് താക്കീത് ചെയ്തു. വ്യഭിചാരത്തെ കുറിച്ച് താക്കീത് ചെയ്തു. ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്തു. മാമിൻ നബിയിൻ ഇല്ലാ ഹുവ അൻദറ ഖൗമഹു, തന്റെ ജനത്തിന് താക്കീത് ചെയ്യാത്തൊരു നബിയും ഇല്ല. അനിൽ കദ്ദാബ്, ഈ കോങ്കണ്ണനായ ഒറ്റക്കണ്ണനായ കള്ളനെ കുറിച്ച്. അപ്പൊ എല്ലാവരും താക്കീത് ചെയ്തു. ലിതുൻദിറ ഖൗമൻ, അങ്ങ് താക്കീത് ചെയ്യണം.
ഒരു ജനത്തോട് മാഉന്ദിറ ആബാഹും അവരുടെ പിതാക്കൾക്ക് താക്കീതുകൾ നൽകപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഫഹും ഗാഫിലൂൻ, അവർ അശ്രദ്ധരായി കഴിഞ്ഞുകൂടാണ്. പിന്നെ ലഖദ് ഹഖൽ ഖൗലു അലാ, അവരിൽ നിങ്ങൾക്ക് താക്കീത് ചെയ്താലും അവർ ഭൂരിഭാഗത്തിൻ്റെ മേലിലും അവർ അള്ളാഹുവിൻ്റെ ഒരു വാക്ക് യാഥാർത്ഥ്യമായി പുലർന്നിട്ടുണ്ട്. ഒരുപാട് അർത്ഥം വിശദീകരിക്കുന്നില്ല. ഫഹും ലാ യുഅ്മിനൂൻ, അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കില്ല. താക്കീത് നൽകിയാലും താങ്കളെ അവർ വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? താക്കീത് നൽകുമ്പോൾ വിശ്വസിക്കണമെങ്കിൽ താക്കീത് നൽകുന്ന വ്യക്തിയെക്കുറിച്ചൊരു മഹത്തായ ബോധമുണ്ടാവണം. അപ്പം നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഉസ്താദ് ആളാണെന്ന് മനസ്സിലാക്കണം. എന്നാലേ ക്ലാസ് നമുക്ക് പകരുള്ളൂ. ഇപ്പം ഈ കൂട്ടത്തിൽ ഒരാൾ ഇവിടെ എന്താ നടക്കണം, വലിയ പരസ്യമൊക്കെ കണ്ടല്ലോ, ഇവിടെ നടക്കണമെന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് വന്നാണെങ്കിൽ 2-2.5 മണിക്കൂറോളം ഇവിടെ ചിലവാക്കിയാലും ഓൻ ആദ്യത്തെ ചായയും ബിസ്ക്കറ്റും കിട്ടും, വൈകുന്നേരത്തെ അത് കഴിഞ്ഞിട്ടുള്ള ചായയും കനോ അതും കിട്ടും. ഓനങ്ങനെ ഇരിക്കാന്നല്ലാതെ ഇതിൻ്റെ ഒരു അക്ഷരം ഉപകരിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട്? ഇത് നടത്തുന്ന ആളെക്കുറിച്ച് ഒരു വ്യക്തമായ വലിയ ധാരണ. ഒരു ക്ലാസ് ഉപകരിക്കണമെങ്കിൽ ആ മാഷെക്കുറിച്ച് നല്ലതായി വലിയ ആളായി മനസ്സിലാക്കണം. ഒരു മരുന്ന് ഉപകരിക്കണമെങ്കിൽ ആ ഡോക്ടറെ കുറിച്ച് നന്നായി മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കുക? ആ ഡോക്ടർ വലിയ ആളാണ്. എന്തോ അങ്ങനെയാണ്. ഇപ്പം എൻ്റെ ഭാര്യ ഇന്നലെ എന്നോട് പറഞ്ഞു, കണ്ണിന് ചൊറിച്ചിലാണ്, എനിക്ക് പിന്നെ ഒന്ന് ആശുപത്രി പോകണം. അപ്പം ഞാൻ ചോദിച്ചു, എവിടേക്ക് ആശുപത്രി? പെരിന്തൽമണ്ണ പോകണം. ഞാൻ ഒന്നും പറഞ്ഞില്ല. നല്ല കണ്ണ് ഡോക്ടർമാർ നിലമ്പൂർ തന്നെ ഉണ്ട്. മനസ്സിലായില്ല. ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്തുകൊണ്ട്? ഓളക്കണ്ണ് വേദന മാറണമെങ്കിൽ നല്ലത് പെരിന്തൽമണ്ണ പോകലാണെങ്കിൽ എന്തുകൊണ്ട്? നിലമ്പൂരൊന്നും നല്ല ഡോക്ടർമാരില്ല എന്നാണ് ഓളെ ധാരണ. ഇനിയിപ്പോൾ നന്നാക്കാൻ നമുക്ക് കഴിയില്ല. മനസ്സിലായില്ല. നമ്മൾ നിലമ്പൂർ കൊണ്ടുപോയിട്ട് ഒന്ന് പെട്രോൾ കുറച്ചടിച്ചാൽ മതി. പിന്നെ നമുക്ക് പരിചയമുള്ള ആശുപത്രിയും ഡോക്ടർമാരും നിലമ്പൂരുണ്ടായത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പരമാവധി ഒരു പൈസ കുറച്ച് നമ്മളെ ഇന്ന് നമ്മൾ ഉസ്താദെല്ലാം ചേച്ചി വാങ്ങുന്നുണ്ട്, മുസ്ലിങ്ങളൊക്കെ അല്ലാത്തതൊക്കെ ഉണ്ട്. അതേസമയത്ത് പെരിന്തൽമണ്ണ അത്ര എനിക്ക് പരിചയമില്ല, എന്നാലും ഞാൻ പോവുകയാണ്. അതിന് നിലമ്പൂർ പോയി കണ്ണ് കാണിച്ച് വരാൻ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മതി. പെരിന്തൽമണ്ണക്ക് ദിവസം തന്നെ പോവും. എന്നാലും എന്തുകൊണ്ട്? ഈ പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ കണ്ണിനേക്കാൾ പ്രശ്നം എന്താണ്? ഡോക്ടറാണ്. നിലമ്പൂരത്തെ ഡോക്ടർമാരും ശരിയില്ല എന്നാണ് മനസ്സിലാക്കി വെച്ച്. ഇനി അവിടേക്ക് പോകേണ്ട കാര്യമല്ല, ആ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടേ ഉള്ളൂ. അപ്പം ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഒരു സാധാരണ വ്യക്തിയാണെന്നാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവർക്ക് ഈ മനുഷ്യന്റെ പ്രബോധനവും താക്കീതും അവർക്ക് എന്ത് ദജ്ജാൽ അവർ പറയാം. ദജ്ജാലുണ്ട് അങ്ങനെ എന്തൊക്കെ വർത്താനം വെറുതെ അങ്ങനെ പറയാൻ അങ്ങനെ പറയുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ നിന്നല്ലേ നമ്മളെ വിഷയം അപ്പുറത്ത് കിടക്കണം. ഇന്നാ ജഅൽനാ, അത്തരം വിശ്വസിക്കാത്ത ജനങ്ങളുടെ നാം ആക്കിയിട്ടുണ്ട് ഫി അനാഖിഹിം, അവരെ കഴുത്തുകളിൽ അഗ്ലാലൻ, ആമങ്ങളെ, ഫഹിയ, ആ ആമങ്ങൾ ഇലൽ അദ്ഖാനി, അവരുടെ താടിയല്ലികൾ വരെ നീണ്ടു കിടക്കുന്നത് കൊണ്ട് ഫഹും മുഖമഹൂന, അവർക്ക് തല ഉയർത്തി നിൽക്കുന്നവരാണ്. അവർക്ക് തല താഴ്ത്തി നിൽക്കാൻ കഴിയില്ല, തല ഉയർത്തപ്പെട്ടവരാണവർ. അതായത് പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ശിക്ഷാരീതി, ആമം കഴുത്തിലേക്ക് കെട്ടും, എന്നിട്ട് അത് താടിയല്ലിൽ ബന്ധിക്കും. അപ്പോൾ ഈ മനുഷ്യൻ എങ്ങനെയൊക്കെയുള്ളൂ. യാഥാർത്ഥ്യം മനസ്സിലാക്കി കീപ്പിട്ട് നോക്കണം. ഇവർക്ക് കീപ്പിട്ട് നോക്കാൻ കഴിയില്ല. അതൊരു ഉപമാവാക്കാം. അല്ലാതെ പടച്ചോൻ അവരെ മേലെ ആമം വെച്ചു എന്നല്ല. അവർ ജീവിതത്തിൽ താഴേക്ക് നോക്കി വസ്തുതകളെ മനസ്സിലാക്കാൻ പഠിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അവർക്ക് നന്നാകാനോട്ട് കഴിയില്ല. പിന്നെ വജഅൽനാ മിൻ ബൈനി ഐദിഹിം, നാം ആക്കിയിട്ടുണ്ട് മിൻ ബൈനി, അവരുടെ മുന്നിൽ സദ്ദൻ, മറയെ, വമിൻ ഖൽഫിഹിം സദ്ദൻ, അവരെ പിന്നിലും മറ, ഫഅഗ്ശിനാഹും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ മറ അവരെ മൂടിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഫഹും ലാ യുബ്സിറൂൻ, അവർക്ക് കാണേണ്ടത് കാണാനോട്ട് കഴിയുമില്ല. പിന്നെ വസവാഉൻ അലൈഹിം, അത്തരം ആളുകളുടെ മേൽ സമമാണ് ആ അന്തർത്ഥവും. താങ്കൾ താക്കീത് ചെയ്താലും അംലം തുന്തിറുഹും, താക്കീത് ചെയ്തില്ലെങ്കിലും ഫഹും ലാ യുഅ്മിനൂൻ, അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ ഈ ആയത്തിന് വേണ്ടിയാണ് ഇതുവരെ വന്നത്. താക്കീത് ചെയ്യേണ്ടതെല്ലാം താക്കീത് ചെയ്ത് താക്കീത് ഉപകരിക്കുന്ന ആളുകൾ ചില ആളുകൾ മാത്രമാണ്. ഇത്തബഅ ദിക്റ, അവർ സത്യസന്ദേശത്തെ പിൻപറ്റും. അവർക്ക് മാത്രമേ ഒരു താക്കീത് ഇന്നമാ തുന്തിറു, താങ്കൾ താക്കീത് നൽകിയാൽ താക്കീത് ഉപകരിക്കുന്ന വിഭാഗം.
ഏതൊരു കാര്യം താക്കീത് ചെയ്താലും ആ താക്കീത് ഉപകരിക്കുന്ന വിഭാഗം ദിക്റിനെ അവർ ഇത്തിബാഅ് ചെയ്യണം. എന്താ ഇത്തിബാഅ് പറഞ്ഞാ മനസ്സിലായില്ല? ദിക്ർ എന്ന് പറഞ്ഞാൽ അതിലെ ഖുർആൻ നമ്മൾ പല നിലക്ക് ഓതപ്പെടുന്നത് എന്ന നിലക്കാണ് ഖുർആൻ എന്ന് പറയാ. ഖുർആനിന് സത്യവും അസത്യവും വിവേചിച്ച നിലയിൽ അതിന് ഫുർഖാൻ എന്നറിയും. എപ്പോഴും ഓതപ്പെടുന്നത് എന്ന നിലയിൽ അതിന് ഖുർആൻ എന്ന് പറയും. സതുപദേശത്തെ ഉള്ളിൽ ഒതുക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കുക എന്നതിന് അർത്ഥത്തിലാണ് എന്ത് പറയാ? ദിക്ർ, സതുപദേശം. മനസ്സിലായി? സതുപദേശം എന്തിനാ? അനുവാചകൻ ഉൾക്കൊള്ളാന്. മനസ്സിലായില്ല? ഖുർആൻ ഇവിടെ പറഞ്ഞ പേര് ഖുർആൻ എന്നല്ല. എന്താണ് മനസ്സിലാക്കാത്തത്? മനസ്സിലായില്ല? ഒരു വ്യക്തിക്ക് നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവർ അറിയും, പുതിയാപ്പളാന്ന് പറയും. നിങ്ങൾക്ക് എന്തേ അങ്ങനെ പറയില്ലേ? ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെയാണ്. ഇപ്പം നമ്മളെ പെങ്ങളെ കെട്ടി ഇപ്പം നമ്മൾ എന്ത് പറയും? പുതിയാപ്പള, ഓട്ടോറിക്ഷ ഡ്രൈവർ. മനസ്സിലായില്ലേ? കുട്ടികളെ ഏതെങ്കിലും ഉമ്മാക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ പോകണ ഏതെങ്കിലും ഓട്ടോറിക്ഷ വിളിക്കുന്നതാണ്. അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചു. അവിടുന്ന് അന്ന് മുന്നിൽ നിൽക്കുന്ന നമ്മളെ അളിയൻ തന്നെയാണ്. അപ്പോൾ ഓനാണ് വന്നത്. അപ്പോൾ എൻ്റെ പേരെന്താ? ഉമ്മ ചോദിക്കും, പുതിയാപ്പള വന്നില്ലേ? നല്ല അമ്മ ചോദിക്കാം. അമ്മ എന്താ ചോദിക്കാം? ഓട്ടോറിക്ഷ എന്താ? വന്നു കയറുമ്പോഴാ അമ്മ ചെയ്യുന്നു. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഓരോ പേരും അതാത് സ്ഥലത്ത് മാറും. ഖുർആനിൽ സത്യാസത്യ വിവേചനമുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് അതിന് എന്ത് പേരുള്ളത്? ഫുർഖാൻ എന്ന് പേരുള്ളത്. അതെന്നും ഓതപ്പെടുന്നത് എന്നർത്ഥത്തിലാണ് അതിന് എന്ത് പേരുള്ളത്? ഖുർആൻ. സതുപദേശം ഗർഭം പേറി നിൽക്കുന്ന മഹാഗ്രന്ഥം എന്ന അർത്ഥത്തിലാണ് അതിന് എന്തുള്ളത്? ദിക്ർ എന്ന് പേരുള്ളത്. ഖുർആൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു. ഈ സതുപദേശം ഗർഭം തേറി നിൽക്കുന്ന ഈ മഹാസത്യങ്ങളെ ഞാനാണ് ഇറക്കിയത്. അപ്പം അവിടെ ഖുർആൻ എന്നല്ല പറഞ്ഞത്, അവിടെ ഫുർഖാൻ എന്നല്ല പറഞ്ഞത്. നിന്റെ വ്യക്തിത്വത്തിൽ ആ സതുപദേശം അലിയണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇവിടെ താക്കീത് ചെയ്യുന്നത് ഇന്നമാ തുന്ദിറു മനിത്തബഅ ദിക്റ. ഇന്നമാ തുന്ദിറു മനിത്തബഅ. താക്കീത് ചെയ്യേണ്ടത്, താക്കീത് ചെയ്യുന്നത് ആർക്കാണ്? സതുപദേശം ജീവിതത്തിൽ പകർത്തുന്നവർക്കാണ് ഇത് ഉപകരിക്കുള്ളൂ. അപ്പോൾ ഈ 10 ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പദങ്ങളല്ല, പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മഹാസതുപദേശ സത്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ, നമ്മുടെ മനസാന്നിധ്യത്തിൽ നമ്മൾ ഓരോ സെക്കൻഡിലും, ഇപ്പോൾ കക്കൂസിൽ കയറുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസി. പിശാചിനെ പറ്റി ബോധമുള്ളവനത് പറയുമല്ലോ. അവിടെ ഹിഫ്ളിനേക്കാൾ അത് ജീവിതത്തിൽ പകർത്താൻ നിന്നാണോ പ്രാധാന്യം? മനസ്സിലായി? ഒരാൾ ദിക്ർ പഠിച്ചിട്ടുണ്ട്, കക്കൂസ് കർമ്മൊന്നും പറയുന്നില്ല, എങ്കിൽ പിന്നെ ഇതിനെന്ത് വരെയുള്ളത്? കക്കൂസ് പിശാചിന്റെ സ്ഥലമാണ് എന്ന ബോധം അവന്റെ മനസ്സിൽ ഉണ്ടാകണം എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? എന്നിട്ടാണോ കാവൽ ചോദിക്കുന്നത്? ഇപ്പൊ കാവലൊന്നും മനസ്സിലായില്ല. കാവൽ മനസ്സിലാവുണ്ട് പറഞ്ഞത്. കാവൽ ചോദിക്കുന്നത് എമ്പോൾ അവന്റെ മനസാന്നിധ്യത്തിലാണ് എന്ത്? ഇത് പള്ളിയല്ല, ഇതെന്താണ്? കക്കൂസാണ്. എത്രയും പെട്ടെന്ന് കയറി എത്രയും പെട്ടെന്ന് ഇറങ്ങണം. അതിനാണ് അവിടുത്തെ ഉപദേശം. എന്നിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യണം. മനപ്പാടാക്കിയിട്ട് കാര്യമില്ല. മനപ്പാടാക്കി, പക്ഷെ ഇത് പിശാചിന്റെ സ്ഥലമാണെന്ന് ബോധമല്ല, അപ്പോൾ ചൊല്ലിയതുമില്ല. ചൊല്ലി, പക്ഷെ ഇതൊരു വഴിപ്പാട് എന്ന നിലയ്ക്കേ ചൊല്ലിയുള്ളൂ. അതിന്റെ സതുപദേശം മനസ്സിലാക്കിയില്ല. എന്താ സതുപദേശം? 2 മണിക്കൂർ അവിടെ ചെല്ലിയിട്ട് ഒരുത്തൻ കക്കൂസ് കയറി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസി പറഞ്ഞ ഒരു കെട്ട് ബീഡിയും കൊണ്ട് കയറി. എന്നിട്ട് ബീഡി അങ്ങനെ വലിച്ചു, പത്രം അങ്ങനെ വായിച്ചു. അതിൻ്റെ അവസാനത്തെ പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ വരെ വായിച്ചു. എന്നിട്ട് 3 മണിക്കൂർ എൻ്റെ ഇറങ്ങുള്ളൂ. ഇവനിപ്പം ദിക്റലി എന്താ കാര്യം? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അപ്പൊ കാര്യത്തെ ഉൾക്കൊള്ളണം. അതിൻ്റെ അർത്ഥം കേവലം ചെല്ലിയാലും പോരാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസി എന്ന് പറഞ്ഞിട്ട് തന്നെ ചെല്ലി കക്കൂസ് കയറിയേ ഒരു കെട്ട് ബീഡി തീരണ വരെ അവിടെ ഇരുന്നു. പിന്നെ ഇതിനെന്ത് പറയാനുള്ളത്? ഇത് പിശാചിന്റെ സ്ഥലമാണ് എന്ന ബോധം അവനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണമെന്ന് ബോധം ഉണ്ടാവണല്ലോ. അപ്പം പോറാട്ട പോലത്തെ സാധനം തിന്നാനും പാടില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. മനസ്സിലായില്ല? കക്കൂസ് പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ളവർ അതിനുള്ള സാധനം തിന്നുക.
മനശോധന നിങ്ങൾ എൻ്റെ മനസ്സിലായി. എന്നൊക്കെ പഠിച്ചു. പക്ഷെ 16 പൊറാട്ട ഓരോ നേരത്തെ തിന്നു. പിന്നെ അവിടെ ഹബായിച്ചിട്ടൊപ്പം ഇരിക്കല്ലാണ്ട് ഓനെന്താ പണിയാണ്? എന്തെങ്കിലും ഒരു ബിരിയാണി തിന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ആളൊന്നു, അല്ലെങ്കിൽ ചേനും ചേപ്പും എന്തിന് ഇലക്കറികളും കഴിക്കും. എന്തിന്? അറിയാതെ എന്ന് കുറച്ച് ബിരിയാണി കഴിച്ചു വെച്ചിട്ടുണ്ട്. നീ കക്കൂസിന് ഇരിക്കേണ്ടി വരും. കക്കൂസി നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലവും അല്ല. ഇതാണ് ഇത്തിബാഉ ദിക്ർ. അല്ലാതെ ദിക്റും ചൊല്ലി കയറിയിട്ട് 3 മണിക്കൂർ അവിടെ കുത്തിരിക്കലല്ല. അത് ഏത് ജാഹിലിനും ചെയ്യാൻ പറ്റും. എന്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്നൊക്കെ പറഞ്ഞാണ്ടാണ് കയറിയിട്ട് ഇടത്ത് കാലും വെച്ച് കയറി ഒറ്റ ഇരുത്തം. പിന്നെ 3 മണിക്കൂർ മൂപ്പര കിട്ടൂല. അതിൽ ഇത്തിബാഉ ദിക്റില്ല, ദിക്റേ ഉള്ളൂ. ദിക്റും ഇത്തിബാഉ ദിക്റും രണ്ടാ. ഞമ്മക്കെന്നുള്ളത് ദിക്റ, എന്തല്ല പൊട്ട. ഇത്തിബാഉ ദിക്റല്ല. ഖുർആൻ ദിക്റിനല്ല ഇറക്കിയത്, ഇത്തിബാഉ ദിക്റിന്. ദിക്ർ എനിക്ക് ഉണ്ടാകാം, പക്ഷെ ഇത്തിബാഉ ദിക്റാണ് നമുക്ക് ഉപകരിക്കുക. മനസ്സിലായില്ല? ദിക്റും ഇത്തിബാഉ ദിക്റും രണ്ടാ. ഒരാൾക്ക് ദിക്റുണ്ട്, ഇത്തിബാഉ ദിക്റില്ലെങ്കിൽ ഓം തമ്മാടിയ. എല്ലാ ദിക്റിലും പങ്കെടുക്കും, സൽസ്വഭാവം അവനിലില്ല. സൽസ്വഭാവം ഇത്തിബാഉ ദിക്റ. മറ്റേ പൈസകൾ ഒരുപടിയാ. തിരിഞ്ഞിട്ടില്ല. ദിക്റും ഇത്തിബാഉ ദിക്റും രണ്ടാ. നമുക്കിന്ന് പ്രാധാന്യം എന്താണ്? ദിക്റ. കാരണം നമ്മൾ ദജ്ജാലിൻ്റെ ആളുകളാണ്. ദജ്ജാലിന് പേടി ദിക്റിനെ അല്ല, ഇത്തിബാഉ ദിക്റിനെയാണ്. താക്കീത് ചെയ്യേണ്ടത് നിങ്ങൾ ഇവരെയാണ്. താക്കീത് ചെയ്യപ്പെടേണ്ട വ്യക്തി അവനാ, ആര്? ദജ്ജാൽ. നിങ്ങൾ ഇവരൊക്കെ താക്കീത് ചെയ്താൽ ഉപകരിക്കും. അവർ ഇത്തിബാഉ ദിക്റിൻ്റെ ആളുകളാണ്. അപ്പൊ ഈ 10 ആയത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞാ തീരാത്ത കനികൾ കിടക്കുന്നുണ്ട്. ആ കനി കണ്ടെത്തണം. ഇവിടെ ലഫ്ളിനെയല്ല പരിഗണിക്കേണ്ടത്. പിന്നെന്തിനാ? ഞാൻ പറഞ്ഞില്ലേ, ദിക്റിന്റെ ലഫ്ളിന്റെ കൂട്ടത്തിൽ ഇതിൽ ഒരു ആയത്തിനെ പോലും മുത്തുനബി പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ദിക്ർ, അതെന്താ? സതുപദേശം. ആ സതുപദേശം നിന്റെ ജീവിതത്തിൽ പകർത്തലാണ് എന്ത്? ഇത്തിബാഉ ദിക്ർ. ദിക്ർ തമ്മാടി ചെയ്യും, അതേസമയത്ത് ഇത്തിബാഉ ദിക്ർ സ്വാലിഹായിരിക്കും. തിരിഞ്ഞില്ല. നാവോണ്ട് ചൊല്ലിയ എന്തായി? ദിക്റായി. പക്ഷേ ഇത്തിബാഉ ദിക്ർ അങ്ങനെയല്ല. ഇത്തിബാഉ ദിക്ർ ദുസ്വഭാവി. ദുസ്വഭാവിക്ക് ഇത്തിബാഉ ദിക്റുള്ള എന്ന് പറയാൻ പറ്റൂല. ദുസ്വഭാവി. എന്തുകൊണ്ട്? ഇത്തിബാഉ ദിക്ർ എന്താണ്? പറകുട്ടി, ഇത്തിബാഉ ദിക്ർ എന്താണ്? സൽസ്വഭാവമാണ്. ദിക്ർ ദുസ്വഭാവിക്കും ചെയ്തൂടെ? പറകുട്ടി, ഏത് ദുസ്വഭാവിക്കും എന്ത് ചൊല്ല? ദിക്റല്ല. പക്ഷെ ഇത്തിബാഉ ദിക്ർ ഉണ്ടാവില്ല. ഇന്നമാ തുന്തിറു. മനസ്സിലാവണില്ലേ? അതിന്റെ അർത്ഥം നീ നാളെ മുതൽ ദിക്റിന്റെ സെൽസിൽ പോകണ്ടെന്നല്ല. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. അതൊക്കെ 100ാം ക്ലാസ് പണിയാണ്. അതൊക്കെ 100ാം ക്ലാസ് പണിയാണെങ്കിൽ പോയിക്കോളി. അല്ല, 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും ഒക്കെ ഉണ്ടെങ്കിൽ 100ാം ക്ലാസ് ഉണ്ടാകാലോ. നമ്മൾ കാണുന്ന എല്ലാ ദിക്റിന്റെ മജ്‌ലിസിലും പങ്കെടുക്കുന്ന പല വ്യക്തികളും ആ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തികളായിരിക്കും. എന്തുകൊണ്ട്? എന്തുണ്ടായി? ദിക്റുണ്ടായി. എന്തുണ്ടായില്ല? ഇത്തിബാഉ ദിക്ർ ഉണ്ടായില്ല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫദ്കുറൂനല്ല ഫത്തബിഊനി. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കണമെങ്കിൽ ഇന്നെ ഇത്തിബാഉ ചെയ്തോളി. ഞാൻ ആരാ? ഞാൻ ദാക്കിർ. അവ്വൽ ദാക്കിർ മുഹമ്മദ, അക്ബർ ദാക്കിർ മുഹമ്മദ. ആദ്യം ദിക്ർ ഇയാൾ മുഹമ്മദ, ഏറ്റവും വലിയ ദിക്ർ ഇയാൾ മുഹമ്മദ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റിനെ ഉൾക്കൊണ്ട ആളും മുഹമ്മദ. അപ്പൊ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അപ്പൊ ഈ 10 ആയത്ത് മനപ്പാടാക്കിയിട്ട് ഒരു ചുക്കും കിട്ടില്ല. ഈ 10 ആയത്തിന്റെ ഹൃദയ സാന്നിധ്യമാണ്. അതിനകത്ത് മനപ്പാടാക്കണ്ടെന്നുമല്ല.